ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ബോൾ സീക്രട്ട് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമായിരുന്നു, ആ വ്യക്തി ഇപ്പം നിങ്ങളുടെ കൂടെ ഇല്ല, നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് പോയി, ബ്രേക്കപ്പ് ആയി എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആ വ്യക്തി വീണ്ടും ലൈഫിലോട്ട് കൊണ്ടുവരണം. ആ വ്യക്തി ഇല്ലെങ്കിൽ എനിക്ക് ഒരു ഹാപ്പിനെസ് ഇല്ല, അല്ലെങ്കിൽ ആ വ്യക്തി വന്നാൽ എൻ്റെ ലൈഫ് ഒന്നുകൂടി കളറാവും എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു സീക്രട്ട് ഉപയോഗിക്കാവുന്നതാണ്. എനർജി ബോൾ സീക്രട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എനർജി ബോൾ എങ്ങനെയാണ് സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഡീപ്പായിട്ട് നോക്കാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ടോപ്പിക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഫ്രീ അല്ലെങ്കിൽ ഫ്രീ ആവുന്ന സമയത്ത് വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടിയിട്ട് എങ്ങോട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിടുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രീത്ത് ചെയ്യുക എന്നുള്ളതാണ്. എന്തിനാണ്? നമ്മുടെ മൈൻഡിനെ കാമാക്കണം. കാമാക്കി കഴിഞ്ഞാലാണ് ഇത് എഫക്റ്റീവ് ആവുക. അപ്പം അതുകൊണ്ട് മൈൻഡിനെ കാമാക്കാൻ വേണ്ടിയിട്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് 10-20 ബ്രീത്ത് എടുക്കുക. നല്ല ഡിസ്റ്റർബൻസ് ഉള്ള സ്ഥലത്ത് ഇരുന്നിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 20 ബ്രീത്ത് എടുക്കുക. ചുറ്റും ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, കാമായിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് വേറെ തിരക്കൊന്നും പിടിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10 ബ്രീത്ത് എടുത്താലും മതിയാവും. മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായിലൂടെ പുറത്തേക്ക് വിടുക. വായിലൂടെ പുറത്തേക്ക് വിടുമ്പോഴാണ് ഒന്നുകൂടി ഡീപ്പായിട്ട് നമ്മൾ റിലാക്സ്ഡ് ആവുക. അതിനു വേണ്ടിയിട്ടാണ് വായിലൂടെ പുറത്തേക്ക് വിടാൻ പറയുന്നത്. ഇനി അങ്ങനെ പരിചയമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂക്കിലൂടെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടാവുന്നതാണ്. സോ ബ്രീത്തിങ് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. കണ്ണടക്കണം എന്നുള്ളത് കൂടി ഓർക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡിയെ കംപ്ലീറ്റ്ലി നിങ്ങൾ റിലാക്സ്ഡ് ആക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓരോ ബോഡി പാർട്സിലോട്ടും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, ഓരോ ബോഡി പാർട്സുകളും റിലാക്സ്ഡ് ആയിട്ട് വരുന്നതായിട്ട് മനസ്സിൽ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക. മൊത്തം ഒരു സ്ട്രെസ്സും ഇല്ലാതെ, എവിടെയും ബലം കൊടുക്കാതെ ഫുൾ ബോഡി റിലാക്സ്ഡ് ആയി എന്നുള്ള ഒരു ഫീലിലോട്ട് കൊണ്ടുവരിക. അത് ഇരുന്നിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഒരു ചെയറിൽ ചാരി ഇരുന്നിട്ടൊക്കെ ചെയ്യാം. നമ്മുടെ കഴുത്തും തലയും നട്ടെല്ലും ലംബമായിട്ട് വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. എവിടെയെങ്കിലും ഒന്ന് ചാരി ഇരുന്നിട്ട് നമുക്ക് ചെയ്യാം. ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ഇരുന്നിട്ടൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, ബോഡിയെ റിലാക്സ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞാൽ കണ്ണടച്ചുകൊണ്ട് തന്നെ, കണ്ണ് തുറക്കരുത്, നിങ്ങൾ കൈ ജസ്റ്റ് റബ്ബ് ചെയ്യുക. ഒരു 30 സെക്കൻഡ് ടു ഒരു 1 മിനിറ്റോളം ജസ്റ്റ് കൈ ഒന്ന് ചെറുതായിട്ട് ചൂടാവുന്നത് വരെ നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുന്നു. ഇനി ചൂടായില്ലെങ്കിൽ ഒരു 30 സെക്കൻഡോ 60 സെക്കൻഡോ നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ആ എനർജി ബോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ഇങ്ങനെ നമ്മൾ കൈയെടുത്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ 5 സെൻസസ് കൊണ്ട് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എനർജി അവിടെ ഇങ്ങനെ ഫീൽ ആവും. ഒരു കാന്തിക അട്രാക്ഷൻ തോന്നും നമുക്ക്. അത് മാക്സിമം ഫീൽ ചെയ്യുക. അതൊരു ബോൾ രൂപത്തിലോട്ട് നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് കൊണ്ടുവരിക. നമ്മൾ ഫുട്ബോളൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു രൂപത്തിൽ, ഈ ഒരു സൈസിലോട്ട് നമ്മളത് ഇമാജിൻ ചെയ്ത് കൊണ്ടുവരിക. ആ എനർജി ബോൾ ഇങ്ങനെ ടച്ച് ചെയ്യുക, ആ എനർജി മാക്സിമം ഫീൽ ചെയ്യുക. അതിലോട്ട് നമ്മൾ പറയേണ്ട ഒരു സജഷൻ, ഒരു അഫർമേഷൻ എന്ന് പറയുന്നത് ഐ ലവ് യു എന്നുള്ളതാണ്. ആ ഐ ലവ് യു എന്ന് പറയുമ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ മുഖമാണ് മനസ്സിൽ കാണേണ്ടത്. ഐ ലവ് യു എന്ന് എത്ര ടൈം റിപ്പീറ്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു 30 സെക്കൻഡ് ടു 1 മിനിറ്റോളം റിപ്പീറ്റ് ചെയ്യുക. ഒരു മിനിമം ഒരു 10 തവണയെങ്കിലും പറയുക. ഒരു 20-25 ടൈംസ് പറയുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ 1 മിനിറ്റോളം ഐ ലവ് യു എന്ന ആ ഫീലിൽ, ആ മൂഡിൽ ഇരുന്നു കൊണ്ട് നമ്മളിങ്ങനെ പറയുന്നു. ഒപ്പം തന്നെ ആ വ്യക്തി ഫ്രണ്ടിലുള്ളതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യണം. ആ വ്യക്തി അവിടെ നിൽക്കുന്നു, എനർജി ബോൾ ഇവിടെയുണ്ട്, ഐ ലവ് യു ഐ ലവ് യു എന്ന് അവരെ ഫേസിൽ നോക്കി പറയുന്ന പോലെ തന്നെ നമ്മൾ പറയുകയും ഒപ്പം എനർജി ബോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. നമ്മൾ പറയുന്നതിൻ്റെ എനർജി ബോളിലോട്ട് പോകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇമാജിനേഷനിൽ തന്നെ ഈ എനർജി ബോളിനെ പുഷ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമാജിനേഷനിലുള്ള ആ വ്യക്തിയുടെ ഫേസിലോട്ട് വിടുക. ഈ ഒരു എനർജി ബോൾ അവരുടെ ഫേസിൽ തട്ടുകയും ആ ഒരു എനർജി അങ്ങോട്ട് പോകുന്നതായിട്ട്, വൈറ്റ് എനർജി ആയിട്ടോ അല്ലെങ്കിൽ ബോളായിട്ട് പോകുന്നതായിട്ടോ ഒക്കെ നിങ്ങൾക്ക് സങ്കല്പിക്കാം. നിങ്ങളുടെ ഇതായിട്ടുള്ള ഒരു ഇമാജിനേഷനിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. ആ എനർജി ഇവിടുന്ന് അങ്ങോട്ട് പാസ് ചെയ്യുന്നു. എന്നിട്ട് അവരുടെ ശരീരത്തിൽ ആകമാനം ആ എനർജി സ്പ്രെഡ് ആകുന്നതായിട്ട് മനസ്സിൽ ഫീൽ ചെയ്യുക. ഇതാണ് എനർജി ബോൾ ക്രിയേഷൻ എന്ന് പറയുന്നത്. കൈ റബ്ബ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നതാണ്. എന്നിട്ട് അതിലോട്ടൊരു ഐ ലവ് യു എന്ന് പറയുന്ന ഒരു സജഷൻ നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് അത് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് പുഷ് ചെയ്ത് അവരുടെ ബോഡിയിലോട്ട് വിടുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ ഇമാജിനേഷനിലാണ്. ഓക്കെ, ഇതിന് ശേഷം കണ്ണുകൾ തുറക്കാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട്
നിങ്ങളൊരു 3 അഫർമേഷൻസ് ഉണ്ട്. ഈ എനർജി ബോൾ അഫർമേഷൻ ആണത്. അത് നിങ്ങൾ പറയുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും, ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. പഴയ പോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് റീബിൽഡ് ചെയ്തെടുക്കാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ഒരു തവണ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അട്രാക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ സെയിം സംഭവം വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ബിക്കോസ് യു ഹാവ് ദാറ്റ് പവർ. ബട്ട് ഈ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് ലോ ഓഫ് അട്രാക്ഷനിലെ ഒരു സീക്രട്ടാണ്. എനർജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഞാൻ പറയാൻ വിട്ടുപോയത് ഒരു 3 അഫർമേഷൻസ് ആണ്. അതെനിക്ക് ഈ ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ കോമൺ ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷനിൽ ബിലീവ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഞാൻ അത് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് എനർജി ബോൾ അഫർമേഷൻ എന്ന് ടെക്സ്റ്റ് ചെയ്യുക. എനർജി ബോൾ അഫർമേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ആ അഫർമേഷൻ ഞാൻ അയച്ചു തരും പേഴ്സണലായിട്ട് വാട്സപ്പിൽ. എന്നിട്ട് നിങ്ങൾ ആ അഫർമേഷൻസ് കൃത്യമായിട്ട് ഈ എനർജി ബോൾ ക്രിയേറ്റ് ചെയ്ത് ഐ ലവ് യു എന്ന് പറഞ്ഞ് നിങ്ങൾ ആ വ്യക്തിയിലോട്ട് പുഷ് ചെയ്ത് ആ വ്യക്തിയുടെ ബോഡിയിലോട്ട് എത്തിച്ചതിന് ശേഷം നിങ്ങൾ കണ്ണടച്ച് മനസ്സിൽ പറയേണ്ട 3 അഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് പേഴ്സണലി അയച്ചു തരിക. അത് സീക്രട്ട് ആയിട്ടുള്ള അഫർമേഷൻസ് ആണ്. അത് നിങ്ങൾ ചെയ്യുക കൂടി ചെയ്യുമ്പോഴാണ് ഈ ഒരു എനർജി ബോൾ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിന്, എൻ്റെ ഫോളോവേഴ്സിന് ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വാസമുള്ള ആളുകൾ മാത്രം മെസ്സേജ് അയക്കുക. അവർക്ക് ഞാൻ അയച്ചുതരാം. അല്ലാത്തവർ മെസ്സേജ് അയക്കേണ്ട. ഓക്കെ, എന്നിട്ട് അത് ചെയ്യുക. അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഫ്റ്റർ 14 ഡേയ്സിന് ശേഷം നിങ്ങൾ വന്നിട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇത് ടോട്ടലി ചെയ്യേണ്ടത് നിങ്ങൾ 14 ദിവസമാണ് ചെയ്യേണ്ടത്. ഒന്നുകിൽ രാവിലെ എണീറ്റ ഉടനെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ്. ഈ 2 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്താൽ മതിയാകും. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സപ്പോർട്ടോ ഹെൽപ്പോ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. അഫർമേഷൻ വേണ്ട ആളുകൾ മെസ്സേജ് അയച്ചോളൂ. താങ്ക്